ഇപ്പോൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് ഇല്ലെന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട്. ഇപ്പോൾ സിംറ്റമാറ്റിക്കലി പറയുന്നത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് പലപ്പോഴും നമ്മൾ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് ഇല്ലെന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട്. അങ്ങനെയുണ്ടല്ലേ? അതൊക്കെ മിഥ്യാധാരണയാണ്. ഇപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ബിക്കോസ് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് ഇല്ല എന്ന് പറയുന്ന ശാസ്ത്ര കുതുകികൾ അവരിപ്പോ എന്താ പറയുന്നത്, ഈ എൻട്രിക് നെർവസ് സിസ്റ്റം ഇല്ലെന്ന് പറയുന്നത്. അങ്ങനെയാ പറയുന്നത്. അവർ എൻട്രിക് നെർവസ് സിസ്റ്റം ഇല്ലെന്ന് പറയത്തില്ല. അവർ പറയുന്നത് ഗട്ടും ബ്രെയിനും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്. ഒരു മലയാളി ഒരു ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഗട്ടും ബ്രെയിനും യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താ ബന്ധമുള്ളതെന്ന് അറിയില്ല. ഇങ്ങനെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ട് എന്ന് പറയുന്ന അവരുടെ ഫീൽഡിൽ അവർ എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു കാർഡിയോളജിയിൽ ചിലപ്പോൾ കാർഡിയോളജിസ്റ്റ് എക്സ്പെർട്ട് ആയിരിക്കും, ഓങ്കോളജിയിൽ ഓങ്കോളജിസ്റ്റ് എക്സ്പെർട്ട് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇരുന്ന് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും കൊള്ളാം ഇത്രയും ഫീഡ്ബാക്സ് കിട്ടുകയും അത് പറയുന്നതായിരിക്കും. അത് പറഞ്ഞുകൊണ്ടോ ഈ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർമാർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റൂന്നുള്ള നിയമമല്ല. അങ്ങനെ ഒരു നിയമം ഇന്ത്യയിലില്ല, ഇല്ലെങ്കിൽ ലോകത്തൊരിടത്തും. കാരണം അസുഖത്തെ കുറിച്ചാണെങ്കിൽ ശരി, നമുക്ക് ഡോക്ടേഴ്സ്. ആരോഗ്യം എന്ന് പറയുന്നത് പണ്ട് പറയാറുണ്ട് അടുക്കളയിൽ നിന്നാണ് ആരോഗ്യം എന്ന് പറയുമ്പോൾ അമ്മ വാ തുറക്കരുത് എന്ന് പറയുന്ന പോലെ വിട്ടിട്ടാണ്. അങ്ങനെ പറയാൻ പാടില്ല. ബേസിക്കലി പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു സത്യം കോൺട്രവേഴ്സ്യൽ ആണെങ്കിലും ക്ഷമിക്കണം, ഹെൽത്തിനെ കുറിച്ച് വളരെ വളരെ മിഥ്യാധാരണകളാണ് ഈവൻ ഡോക്ടേഴ്സിന് പോലും ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ കുറിച്ച് ഇത് പൊട്ടത്തെറ്റാണെന്ന് പറയുക. ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല മൈക്രോബ്സ്, നല്ല ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഗട്ട് ബ്രെയിൻ ആക്സിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്.